ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സോങ്ങിന് പറ്റിയ ഒരു അടിപൊളി ട്രാൻസിഷൻ്റെ ട്യൂട്ടോറിയലിൻ്റെ വീഡിയോ ആണ്. സോ നിങ്ങൾ ആദ്യം പ്രിവ്യൂ കണ്ടോക്കാം. Need help? आप कर लेंगे पंचर फिक्स? Puncture boy, let's get going. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ നമ്മളെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്നാണ് ഇന്നത്തെ വീഡിയോ. സോ ലൈറ്റ് മോഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ലൈറ്റ് മോഷൻ്റെ XML ഫയലിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ നമുക്കെങ്ങനെയാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കി ഇവിടെ കട്ട്സുകളൊക്കെ ബീറ്റിനനുസരിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ നിങ്ങൾ ഇതുപോലെ തന്നെ ബീറ്റിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് ഒരു ക്ലിപ്സിൻ്റെ മേലെ വേറൊരു ക്ലിപ്പായിട്ട് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മേലത്തെ ക്ലിപ്പിൻ്റെ ബ്ലെൻഡ് ഓപ്ഷനിൽ ചെന്ന് ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കീ ഫ്രെയിം ആഡ് ചെയ്ത് കുറച്ചും കൂട്ടിയും സെറ്റാക്കി കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ കട്ട്സിലും സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ അടിയത്തെ കട്ട്സിൽ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു സൂം എഫക്റ്റ് ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. സോ ഒരു സൂം എഫക്റ്റ് ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. മൂവ് ആൻഡ് ട്രാൻസ്ഫറിൽ പോയി ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് ഫസ്റ്റിലെ തുടങ്ങുന്നതോട് തന്നെ ഒരു 3000 ആക്കി കൊടുത്തിട്ട് ഒരു സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഒരു ഗ്രാഫ് കൂടെ അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഇതേ പ്രൊസീജിയർ തന്നെ നമ്മൾ അപ്പുറത്തെ കട്ട്സിലും ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് എഫക്റ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ആഡ് എഫക്റ്റ് കൊടുത്ത് നമുക്ക് ഇതിലേക്ക് ടൈൽസ് എഫക്റ്റ് തന്നെ ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് ബാക്ക് അടിച്ച് വീണ്ടും നമുക്ക് എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് ഓട്ടോ ഷേക്ക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. ഓട്ടോ ഷേക്ക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂ നമുക്കൊരു 28 ആക്കി കൊടുക്കാം. ശേഷം നമുക്കൊരു കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് അത് ജസ്റ്റ് ഒന്ന് ഫസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് സെൻട്രലായിട്ടൊരു കീ ഫ്രെയിം ആഡ് ആക്കി അതിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കാം. എന്നിട്ട് നേരെ അടിയിലുള്ള ഫ്രീക്വൻസിയുടെ വാല്യൂ നമുക്കൊരു 13 ആക്കി കൊടുക്കാം. ഒരു 13 ആക്കിയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് 13 ആക്കിയിട്ട് അത് ഫസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് സെൻട്രലായിട്ടുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കാം. 0 ആക്കിയിട്ട് നേരെ ബാക്ക് അടിക്കാം നമുക്ക്. നെക്സ്റ്റ് നമ്മൾ മേലിലുള്ള കട്ട്സിലാണ് എഫക്റ്റുകളൊക്കെ ആഡ് ആക്കുന്നത്. സോ എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് നമുക്ക് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. ഓഫ് സെറ്റ് എന്ന് പറഞ്ഞ എഫക്റ്റ് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൽ ഫസ്റ്റിലും എൻഡിലും ആയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2700 ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഒരു ഗ്രാഫ് കൂടെ ഇതിൽ സെറ്റാക്കി കൊടുക്കാം. സെക്കൻഡായി നമുക്ക് ആഡ് ചെയ്യാനുള്ള എഫക്റ്റ് ഡിറക്ഷണൽ ബ്ലറാണ്. സോ സെർച്ച് ചെയ്ത് ഡിറക്ഷണൽ ബ്ലർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് ആ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ആക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഒരു 15 കൊടുത്തിട്ട് കുറച്ച് നീക്കിയിട്ട് എൻഡിലായിട്ട് 0 ആക്കി കൊടുക്കാം. എന്നിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഒരു ഗ്രാഫ് കൂടെ ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ആഡ് എഫക്റ്റ് പോയിട്ട് ടൈൽസ് എഫക്റ്റ് ഒന്നുകൂടെ ജസ്റ്റ് ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. ടൈൽസ് എഫക്റ്റ് ജസ്റ്റ് ആഡ് ആക്കിയിട്ട് ബാക്ക് അടിച്ച് വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് മോഷൻ ബ്ലർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. മോഷൻ ബ്ലർ ആഡ് ആക്കിയിട്ട് വീണ്ടും നമുക്ക് എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് സൂം ബ്ലർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. എഫക്റ്റ് സെക്ഷനിൽ പോയി സെർച്ചിൽ സൂം ബ്ലർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് ആഡ് ആക്കി കൊടുക്കാം. ആഡ് ആക്കിയിട്ട് നമുക്ക് എൻഡിലായിട്ട് ഫസ്റ്റ് തന്നെ കീ ഫ്രെയിം ആഡ് ചെയ്ത് അത് എൻഡിലേക്ക് കൊണ്ടുപോയിട്ടും പിന്നെ അതിൻ്റെ വാല്യൂ സെക്കൻഡ് ആഡ് ആക്കിയതിൻ്റെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കാം. സോ ഞാനിവിടെ ജസ്റ്റ് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. 0 ആക്കിയിട്ട് ബാക്ക് അടിക്കാം. നെക്സ്റ്റ് ആയി നമുക്ക് ഇതിലേക്ക് പിഞ്ച് ബൾജ് എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിഞ്ച് ബൾജ് ആഡ് എഫക്റ്റ് കൊടുത്ത് പിഞ്ച് ബൾജ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് ആഡ് ആക്കിയിട്ട് അതും ജസ്റ്റ് അതിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ നമുക്കൊരു 1 ആക്കി കൊടുക്കാം. 1 ആക്കിയിട്ട് അത് എൻഡിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കിയിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഗ്രാഫ് കൂടെ സെറ്റ് ചെയ്ത് റെഡ്യൂസ് നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ക്ലിപ്സിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ആഡ് ചെയ്ത കട്ട്സിൽ നിന്ന് നമുക്ക് ഓട്ടോ ഷേക്ക് എന്ന് പറഞ്ഞ എഫക്റ്റ് കോപ്പി ചെയ്ത് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത മേലിലുള്ള ലെയറിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ എന്നിട്ട് ഈ എഫക്റ്റ് തന്നെ നമ്മൾ എല്ലാ കട്ട്സിലും കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ നമ്മുടെ വീഡിയോ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യാം. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.
Need help? आप कर लेंगी पंचर फिक्स? Puncture boy, let's get going. Помни имена, лица на код за мастер-класс. Походка от бедра, это я иду в магазин. Меня узнают по глазам. Мой взгляд за меня говорит. Я потрачу все, потому мой муж за меня разрушит.